കാസർഗോഡ് പൈവെളികെ ബായാറിലെ മുഹമ്മദ് ആസിഫിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ആവശ്യം. ആസിഫിന്റെ കുടുംബം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. ബായാർ ഗാളിയടുക്കിയിലെ മുഹമ്മദ് ആസിഫിനെ ടിപ്പർ ലോറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് മാതാവാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. ജില്ലാ പോലീസ് മേധാവി ഡി ശില്പയെ നേരിട്ട് കണ്ടും കുടുംബം നിവേദനം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, CPIM മഞ്ചേശ്വരം ഏരിയ സെക്രട്ടറി VV രമേശൻ തുടങ്ങിയവർ ആസിഫിന്റെ വീട് സന്ദർശിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനും സമഗ്ര അന്വേഷണം നടത്തി ദുരൂഹതകൾ നീക്കുന്നതിനും ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് നേതാക്കൾ കുടുംബത്തിന് ഉറപ്പ് നൽകി. ആസിഫിന്റെ മരണം ഈ നാടിനെ ആകെ നടുക്കിയിരിക്കുകയാണ്. സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്നാണ് നാട്ടുകാരാകെ ഇന്ന് ആവശ്യപ്പെടുന്നത്. ബുധനാഴ്ച പുലർച്ചെ 3:30 പൈവളികെ കയർക്കട്ടയിൽ റോഡരികിൽ നിർത്തിയിട്ട ടിപ്പർ ലോറിയിൽ മുഹമ്മദ് ആസിഫിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബന്ദിയോട് നിന്നും ആസിഫിന്റെ ബന്ധു വിളിച്ചതിനെ തുടർന്നാണ് പുലർച്ചെ 2 മണിക്ക് ടിപ്പർ ലോറിയുമായി വീട്ടിൽ നിന്നും പോയത്. ഉപ്പളയിൽ ഏറെ നേരം കാത്തിരുന്നിട്ടും കാണാത്തതിനെ തുടർന്ന് ബന്ധു നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള കയർക്കട്ടയിലെ റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ മുഹമ്മദ് ആസിഫിനെ കണ്ടെത്തിയത്. ലോറിക്കുള്ളിൽ ഒടിഞ്ഞ മുളവടിയും ഡ്രൈവറുടെ സീറ്റിന് സമീപത്തെ വാതിലിൽ രക്തക്കറയും കണ്ടെത്തിയിരുന്നു. മുഹമ്മദ് ആസിഫിന്റെ ചെരുപ്പുകൾ റോഡരികിലാണ് ഉണ്ടായിരുന്നത്. മഞ്ചേശ്വരം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷണം നടത്തുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.